ആളുകളുടെ നീഡ് നോക്കിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ് എജു വേൾഡ്. ആൻഡ് നമുക്കറിയാം റീസെൻ്റ്ലി നഴ്സിംഗിൻ്റെ ഡിമാൻഡ് ഒരുപാട് കൂടിയിട്ടുണ്ട്. ആൻഡ് ദേ ഹവ് സ്റ്റാർട്ടഡ് എ സെപ്പറേറ്റ് വിങ് ഫോർ നഴ്സിംഗ്. നമ്മുടെ കൂടെ വാഹിദാണുള്ളത്. വാഹിദ് നഴ്സിംഗ് വിങ്ങിൻ്റെ ഹെഡാണ്. സോ വൈ എ സെപ്പറേറ്റ് വിങ്? ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയാം നഴ്സിംഗ് പ്രോഗ്രാംസ് എന്തുകൊണ്ടാണ് ഒരു സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യുന്നുള്ളത്. കാരണം നമുക്കിനി അങ്ങോട്ടേക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ, ഒരു നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സും കൂടിയാണ് ഈ ഒരു നഴ്സിംഗ് ഫീൽഡ് എന്ന രീതിയിൽ വരുന്നത്. അതിലിപ്പം നമ്മളിപ്പം ഇന്ത്യയിൽ നിന്നല്ല വേൾഡിൽ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സ്കോപ്പ് കൂടി വരികയുള്ളൂ. ഓക്കെ, ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ എവിടെ കിട്ടുന്നോ അവിടെ പഠിക്കുന്നതായിരിക്കും സ്റ്റുഡൻസിന് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പം നഴ്സിംഗ് ഫീൽഡ് പോലത്തെ കോഴ്സ് എടുക്കുമ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൺട്രീസിലും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ലിവിങ് എക്സ്പെൻസ് ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രീസൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു നഴ്സിംഗ് പ്രോഗ്രാം പഠിച്ചുകൂടാ എന്ന രീതി ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം എജു വേൾഡിൽ കൊണ്ടുവന്നത്. പക്ഷെങ്കിൽ ഇപ്പം കൊണ്ടുവന്നതല്ല, മുമ്പ് ഈ ഒരു പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം നല്ല രീതിയിൽ നമുക്ക് സ്റ്റുഡൻസിന് അങ്ങനെയുള്ള കൺട്രീസിൽ പോയി പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഇന്ത്യയിൽ പഠിക്കുന്ന അതേ ഒരു ഫീസിൽ ഇന്റർനാഷണൽ എക്സ്പോഷറോട് കൂടി സ്റ്റുഡൻസിന് പഠിക്കാം എന്ന രീതി വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സെപ്പറേറ്റ് ചെയ്തത്. ആൻഡ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ എജു വേൾഡിൽ ഒരു കൺട്രീനെ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നഴ്സിംഗ് കോഴ്സസ് കൊടുക്കുന്നതെന്ന്. ആൻഡ് ദാറ്റ് ഇസ് ജോർജിയ. വൈ ജോർജിയ ഫോർ നഴ്സിംഗ്? ജോർജിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ജോർജിയയിൽ MBBS മാത്രമാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ്. കാരണം എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ജോർജിയ MBBS മാത്രമാണ് സ്റ്റുഡൻസിന്റെ മൈൻഡിലുള്ളൂ. പക്ഷേ അതിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് പ്രോഗ്രാംസിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കൺട്രിയും കൂടിയാണ് ഈ ഒരു ജോർജിയ എന്ന് പറയുന്ന ഒരു കൺട്രി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഇപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് അവരുടെ ട്യൂഷൻ ഫീസ് ആയിരിക്കും. അതായത് അഫോർഡബിൾ ട്യൂഷൻ ഫീസ് അവർക്ക് പഠിക്കണം, അതുപോലെ തന്നെ അഫോർഡബിൾ ലിവിങ് എക്സ്പെൻസിൽ പഠിക്കണം. പിന്നെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സ്റ്റുഡൻസിന് ഇയർ ഗ്യാപ്പ് ഉണ്ടാവും, അതായത് അവരുടെ കരിയറിൽ ഇപ്പം ഇയർ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ IELTS ഇല്ലാതെ എല്ലാ സ്റ്റുഡൻസിന്റെയും കൺസേൺ ആണ്, IELTS ഇല്ലാത്ത കൺട്രിയിൽ ഞാൻ പോവില്ല എന്ന രീതിയിലൊക്കെ ആയിരിക്കും സ്റ്റുഡൻസ് പറയുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവരുടെ മാർക്ക്, ഓക്കെ +2 എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപോലെ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ജോർജിയ എന്ന് പറയുന്ന ഒരു കൺട്രി. കാരണം എന്ന് വെച്ചാൽ ഒരു നഴ്സിംഗ് ഫീൽഡ് എടുക്കുന്ന സ്റ്റുഡൻസിന്റെ മെയിൻ കൺസേൺ ആയിരിക്കും അവർക്ക് +2 മാർക്ക്, പിന്നെ അതുപോലെ തന്നെ സ്ട്രീമിന്റെ പ്രശ്നം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് എല്ലാം നമുക്ക് നല്ല രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നമുക്ക് ജോർജിയയിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ജോർജിയ MBBS ഇപ്പൊ എല്ലാവർക്കും അറിയാം, പക്ഷേ നഴ്സിംഗ് പ്രോഗ്രാം പക്ഷേ റീസെന്റ് ഇപ്പം എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് ഈ ഒരു നഴ്സിംഗ്, ജോർജിയയിലെ ഒരു നഴ്സിംഗ് പ്രോഗ്രാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം നല്ലൊരു ബെറ്റർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പം നമുക്ക് ജോർജിയയുടെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്പർ 1 യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് അവിടെ അവൈലബിൾ ആയി കിട്ടുന്നത് കൊണ്ട് എല്ലാ സ്റ്റുഡൻസും ആ ഒരു രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ കൺസേൺസ് ഉണ്ടെങ്കിലും പഠിക്കാൻ പോകുന്ന ഏതൊരു കുട്ടീനെ സംബന്ധിച്ച് അല്ലെ പേരൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൺസേൺ ആയിരിക്കും കരിയർ ഓപ്ഷൻസ് അവിടെ ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ ജോർജിയയിൽ പോയിട്ട് നഴ്സിംഗ് പഠിച്ച ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ആണ് അവൈലബിൾ, അല്ലെങ്കിൽ ഇൻ വാട്ട് വേസ് ആർ ദേ ബെനിഫിറ്റ്? അതായത് നമുക്ക് ജോർജിയയിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ ഏത് കൺട്രിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു നഴ്സിംഗ് പ്രൊഫഷന് അതിൻ്റെതായ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ജോർജിയയിൽ പഠിച്ചത് കൊണ്ട് നമുക്ക് ഓപ്ഷൻസ് കിട്ടില്ല എന്നല്ല. നമുക്ക് ജോർജിയയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ഏത് ഇന്റർനാഷണൽ കൺട്രിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറാണ് സ്റ്റുഡൻസിന് കിട്ടുന്നത്. ഓക്കെ, അവിടെ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ അവർക്ക് ഒരുപാട് ഏത് ഇന്റർനാഷണൽ കൺട്രിയിൽ അവർക്ക് ഒരു ജോബ് എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് അവർ പഠിക്കുന്നത്, അത്രയും ഒരു ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. സോ ആ ഒരു ബേസ് വെച്ചിട്ട് ഇവർ ഏത് കൺട്രിയിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഓപ്ഷൻസ് വാസ്റ്റ് ആണ്. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്, നഴ്സിംഗ് നിങ്ങൾ എവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ബെനിഫിറ്റ് സെയിം തന്നെയാണ്. എജു വേൾഡ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ 25 years ആയിട്ട് ഈ ഫീൽഡിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്നതെന്ന് ഐ ഹോപ്പ് നൗ യു ആൾ അണ്ടർസ്റ്റുഡ് ആൻഡ് യു കൻ അപ്രോച്ച് ദം ഫോർ ഓൾ യുവർ എഡ്യൂക്കേഷണൽ കൺസൾട്ടേഷൻസ്.